ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതെ, അപ്പൊ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയാണ്, അവൻ ഇന്നിവിടെ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അവന് ഇനി ഒരിക്കലും ഈ വീട്ടിൽ കയറില്ല. ഞാൻ ഏതായാലും വീഴാറായി. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വസന്ത പറഞ്ഞു, ഇങ്ങനെയുണ്ടോ പിള്ളേരെ, മുല്ലപ്പൂ വാങ്ങാനെന്നും പറഞ്ഞു ഇവിടെ നിന്ന് പോയിട്ട് അവന്റെ പൊടി പോലും ഇല്ല. ഇങ്ങനെ തന്നെയാ മുത്തശ്ശി എപ്പോഴും. രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് അവൻ കയറി വരും, ഏതെങ്കിലും ഒരു സമയത്ത്. ഇപ്പൊ എന്നോട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ഞാൻ പോകുന്നതിന്റെ സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. മോള് പോയ ശേഷം മോളെ അവൻ നോക്കാതെയും വിളിക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ മോള് പറഞ്ഞാൽ മതി, അതിന്റെ ക്ഷീണം അവനേ ഉണ്ടാകത്തുള്ളൂ. അവന് കൊടുക്കേണ്ട പരിഗണനയെ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ജലജ ഇങ്ങ് വല്ലാണ്ടങ്ങ് ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, പിന്നെ അവനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. വീട്ടില് വരണമെങ്കിൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾ കുറച്ച് സമാധാനം കൊടുക്കണ്ടേ. അല്ല, താന് ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത് എന്ന് ജയൻ ചോദിച്ചപ്പം അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, ഞാൻ മൊത്തത്തിലുള്ളൊരു കാര്യം പറഞ്ഞതാ, അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആണുങ്ങൾക്ക് വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ താല്പര്യക്കുറവും കാണും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു വണ്ടി നമ്മുടെ അനന്തപുരി തറവാടിന്റെ മുറ്റത്ത് വന്നു നിന്നപ്പോ ആദർശ് പറഞ്ഞു, അവനാ വന്നതെന്ന് തോന്നുന്നു. അവൻ തന്നെയാ, അവൻ വരുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ അഭി പതുക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ. അഭിക്ക് വല്ലാത്തൊരു പേടിയും പരിഭ്രമവും ഒക്കെ ഉണ്ട്. ഇനി വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ സീൻ എന്തായിരിക്കുന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പതിയെ നമ്മുടെ അഭി അകത്തേക്ക് കയറി വന്നു. കേറി വന്നപ്പോ തന്നെ മുത്തശ്ശൻ ചോദിച്ചു, എന്താടാ ഇത്ര വൈകിയത്? അത് പിന്നെ മുല്ലപ്പൂ അല്ല, നിന്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. എവിടെ മുല്ലപ്പൂ മേടിക്കാൻ പോയിട്ട് മുല്ലപ്പൂ കിട്ടിയില്ലേ? കയ്യിൽ മുല്ലപ്പൂ അല്ലല്ലോ, വേറെ വല്ല എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ അല്ല, നീ മുല്ലപ്പൂ മേടിക്കാനെന്നും പറഞ്ഞല്ലേടാ പുറത്ത് പോയത്, എന്നിട്ട് എന്തിയെ മുല്ലപ്പൂ? അത് പിന്നെ എല്ലായിടവും നോക്കി മുത്തശ്ശ, പക്ഷേ മുല്ലപ്പൂ കിട്ടിയില്ല. ഓ എടാ, കള്ളം പറയുമ്പോഴേ വിശ്വസിക്കാവുന്ന കള്ളം പറ. മുല്ലപ്പൂ കിട്ടിയില്ലെന്നല്ലേ? എത്ര പൂക്കടയുണ്ടടാ. നിനക്ക് മുല്ലപ്പൂ മേടിക്കണമെങ്കിൽ പിന്നെ ഇന്നലെ രാത്രി മേടിക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ പോയി മേടിക്കായിരുന്നല്ലോ. ഇതൊന്നും നിനക്ക് തോന്നിയില്ല. പോട്ടെ, അതും അല്ലെങ്കിൽ ആരോടെങ്കിലും അതേപ്പറ്റി പറയുകയാണെങ്കിൽ അവർ കൊണ്ട് തരില്ലായിരുന്നോ മുല്ലപ്പൂവ്? ശരിക്കും നീ എങ്ങോട്ടാ പോയത് അത് പറ. അത് പിന്നെ ഞാൻ പിന്നെ ഇടയ്ക്ക് അമ്പലത്തിൽ വരെ ഇനി ദൈവങ്ങളെ കൂട്ടുപിടിച്ച് കള്ളം പറയാതെ. എടി ജലജെ, നിന്റെ മോന്റെ സ്വഭാവം ഈ ജന്മം മാറാൻ പോകുന്നില്ല. നിന്നെ സഹിക്കാൻ വയ്യാതെ ഇവന്റെ അച്ഛൻ ഇവൻ ഓർമ്മ വെച്ചപ്പം മുതലേ ഇവിടെ നിന്ന് പോയി. ആ സമയത്ത് പോയതാ അവന്. ഇപ്പം അതുപോലെ തന്നെ വളർന്നു വരിക നിന്റെ മോന്. നിന്റെ മോൻ നിന്റെ അതേ സ്വഭാവമാ. പിന്നെ നവ്യമോള് ഇവനെ വിട്ടിട്ട് പോകൂന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. ഇവൻ വഴിവിട്ട് നടന്നാല് നവ്യമോളല്ല പോകാൻ പോകുന്നത്, അഭിയാ പോകാൻ പോകുന്നത്. നവ്യമോളും കുഞ്ഞും ഈ വീട്ടിൽ തന്നെ കാണും. ലാസ്റ്റ് അഭി ഇവിടെ നിന്ന് പോകും. അപ്പൊ നമ്മുടെ ജയൻ പറഞ്ഞു, എടാ 7-ാം മാസം മോളെ വിളിച്ചോണ്ട് പോകുമ്പോഴെങ്കിലും ഇത്തിരി മാന്യത നിനക്ക് കാണിച്ചൂടെ? അത് പിന്നെ എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ പോയി മുല്ലപ്പൂ മേടിച്ചോണ്ട് വരായിരുന്നല്ലോ എന്നിങ്ങനെ അനിയും പറഞ്ഞു. അപ്പൊ അഭി പറഞ്ഞു, അത് പിന്നെ ആരോടും പറയാൻ പറ്റിയില്ല. അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു, അതിന് അവൻ മുല്ലപ്പൂ മേടിക്കാനല്ലല്ലോ പോയത്, അതിനാണ് പോയതെങ്കിൽ ഇപ്പൊ അത് കൈ കണ്ടേനല്ലോ. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട, അതാ നല്ലത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആദർശ് നയനയോട് പറഞ്ഞു, നയനെ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് അങ്ങ് മാറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ദേവയാനി ചോദിച്ചു, അല്ല ഈ സമയത്ത് അവളെ വിളിച്ചോണ്ട് നീ എങ്ങോട്ട് പോടാ ആദർശ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, അതിനിപ്പം ഞാൻ ഇപ്പം വരാന്ന് പറഞ്ഞല്ലോ അമ്മേ എന്നിങ്ങനെ പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ നമ്മുടെ ജയൻ ചോദിച്ചു, അല്ല നിനക്കെന്താ സൂക്കേട്? അവര് മാറിപ്പോയി സംസാരിക്കുന്നത് നിനക്കെന്താ പ്രശ്നം? ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത് നീ കേൾക്കണം. പിന്നെ എന്ത് സംസാരിക്കാനാ? അവള് വലിയ ഡിസൈനറായി ബിസിനസ്സും കൂടി. ഇപ്പം തലയിൽ വെച്ചോണ്ട് അവളെ നടക്കുന്നത്. മോളുടെ കഴിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ എല്ലാവരും തലയിൽ വെച്ചോണ്ട് നടന്നല്ലോ ദേവയാനി. നിനക്കതില്ലല്ലോ. ആ കഴിവ് നിനക്കില്ലാതെ പോയത് വേറെ ആരെങ്കിലും കുറ്റമാണോ? പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഇങ്ങനെ പതുക്കെ കുനിഞ്ഞു നിന്നിട്ട് അവൾ മിടുക്കിയായതിലും പ്രസക്തിയിലേക്ക് പോകുന്നതിലും അച്ഛനേക്കാളും അമ്മേനേക്കാളും ആദർശിനേക്കാളൊക്കെ കൂടുതൽ ഞാനാ സന്തോഷിക്കുന്നത്. പക്ഷെ അത് പുറത്ത് പ്രകടമാക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ കുനിഞ്ഞിങ്ങനെ പതുക്കെ ചിരിച്ചു നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ദേവയാനിയാണെങ്കിൽ ഇതൊക്കെ നോക്കി ഇങ്ങനെ കാണുകയാണ്. കാരണം ദേവയാനി അല്ല, സോറി, കനക കേട്ടോ. കനക ഇങ്ങനെ ദേവയാനിയുടെ മുഖത്തെ ഓരോരോ മാറ്റങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കണുണ്ട്. എന്നിട്ട് നന്ദുവിനെ നോക്കുന്നു, പിന്നെ ഗോവിന്ദനെ നോക്കുന്നു. കാണുന്നു പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം ദേവയാനി ചുമ്മാ കിടന്ന് കാണിക്കുന്നതാണ്. ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
അപ്പോഴേക്കുമാണ് നമ്മുടെ അഭിയോട് ജയൻ ചോദിക്കുന്നത്, ഈ ദിവസമായിട്ട് നിനക്ക് മദ്യസൽക്കാരം ഉണ്ടായിരുന്നോ? അതാണോ നീ പോയത്? അയ്യോ ഇല്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല. ആ, മദ്യം കഴിച്ചുകൊണ്ടാ ഇന്നത്തെ ദിവസം ഇവിടെ കയറി വന്നിരുന്നെങ്കിലേ അത് നിന്റെ അവസാന ദിവസമായിരുന്നേനെ എന്ന് മുത്തശ്ശനും പറഞ്ഞു. ഏതായാലും ഈ സമയം നമ്മുടെ ആദർശിനെയും നയനെയും കാണിക്കാണ് കേട്ടോ. അവര് നേരെ റൂമിലേക്ക് കയറി ചെന്നു. അപ്പോഴത്തേക്ക് നയനി ചോദിച്ചു, അല്ല എന്താ ആദർശേട്ടാ? അല്ല, ഞാൻ നിന്റെ തലയെ ചൂടാനെ മുല്ലപ്പ് മേടിച്ചു തന്നില്ലേ, അതെന്തി അതെടുത്ത് നവ്വിക്ക് കൊടുക്ക്. അത് പിന്നെ ഈ മുല്ലപ്പൂവിന് ലക്ഷങ്ങൾ വിലയൊന്നും ഇല്ലല്ലോ ആദർശേട്ടാ, അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അത് മേടിക്കാനും പറ്റും. പിന്നെ എന്താ അഭി മേടിക്കാത്തത്? ഇവിടെ അതൊന്നും അല്ല കാര്യം. ഭർത്താവ് കൊണ്ടുവരുന്ന മുല്ലപ്പൂ കാത്തിരിക്കായിരുന്നു ഭാര്യ. അവക്ക് അങ്ങനെയെങ്കിലും ചേച്ചിക്ക് കുറച്ച് സമാധാനം കിട്ടില്ലായിരുന്നോ? പിന്നെ കൊടുക്കാത്ത സമയത്ത് നമ്മൾ അതുകൊണ്ട് കൊടുക്കുന്നത് അബി കൊച്ചാക്കുന്നതിന് തുല്യാന്ന് എനിക്ക് തോന്നുന്നു. അതെ, അബി കൊച്ചാകണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ നവ്യ പറയുന്നില്ലേ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മൾ രണ്ടാളും ആണെന്ന്. എന്നിട്ടും അവൻ ഒരു കോംപ്ലക്സും ഇല്ല. അങ്ങനെയുള്ളവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മാനം കെടുത്തണം. അതിന് ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അത് പിന്നെ ആദർശത്തെ ഈ 7ാം മാസമായിട്ട് വളരെ വിഷമത്തിലാ ചേച്ചി പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൾ കുഞ്ഞുമായിട്ട് മടങ്ങി വരുമ്പോൾ അഭിയുടെ സ്വഭാവത്തിന് മാറ്റം വരണം. അതിന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാ. അല്ല, അഭി ഇപ്പം എന്തോ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെയാ പറയുന്നത്. എന്ത് സ്നേഹം? കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാ അവൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അവൻ അമ്മയോട് പോലും അങ്ങനെയാ കാണിക്കുന്നത്. അവന്റെ അമ്മയോട് സ്നേഹമൊന്നുമില്ല. പിന്നെ കുറച്ചെങ്കിലും കൂറുള്ളത് അവരോട് മാത്രമേ ഉള്ളൂ, അപ്പച്ചിയോട്. പിന്നെ രണ്ടുപേരെയും ഒരു ഇതിൽ കെട്ടാന്നത് കൊണ്ട് ഏകദേശം രണ്ടിനും ഒരേ സ്വഭാവം, അമ്മയ്ക്കും മോനും. അല്ല ആദർശേട്ടാ, എത്ര പ്രതീക്ഷയോട് കൂടിയാ ചേച്ചി കാത്തിരുന്നത്. വന്നതുമില്ല കറക്റ്റ് സമയത്ത്, പുറത്തേക്ക് പോയ കാര്യം നടന്നതുമില്ല. അല്ല, അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ആരെയോ കാണാൻ പോയിട്ട് വന്നിരിക്കുക. അതെനിക്ക് മനസ്സിലായി. എന്തോ ടെൻഷനുണ്ട് അവന്. ഏതോ ഏടാകൂടത്തിൽ പോയി ചാടിയിട്ടുണ്ട്. ഒന്നെങ്കിൽ പെൺവിഷയം, അല്ലെങ്കിൽ സാമ്പത്തികം. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നാ. അവന്റെ കാര്യം ആയതുകൊണ്ടേ ഒന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഈ തറവാട്ടിലെ സന്തതിയല്ലല്ലോ, അതിന്റെ എല്ലാ കുഴപ്പവും അവനുണ്ട്. ചെറുപ്പത്തിൽ അവന് ഒരുപാട് തല്ല് കിട്ടിയിട്ടുള്ളതാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. എത്ര തല്ല് കിട്ടിയാലും എന്താ കാര്യം? എങ്ങനെ നന്നാവാനാ? അവന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റായ കാര്യങ്ങളെന്നായതിനാ. ആദർശേട്ടൻ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞും സ്വഭാവം ഇതുപോലെ തുടരുകയാണെങ്കിൽ ചേച്ചിക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. എത്രമാത്രം എൻ്റെ ചേച്ചിക്ക് വേദന ഉണ്ടാകും. പിന്നെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് അവനുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ആ കാര്യത്തിൽ എന്നെക്കാളും ബോൾഡാണല്ലോ ചേച്ചി. ഏതായാലും ഇനി നവ്യയോട് കൂടുതൽ ബോൾഡാകാൻ പറയണം നയന. വേറൊന്നും കൊണ്ടും അല്ല. നവ്യ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും അഭി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും നവ്യ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവില്ലെന്നൊരു ഉറപ്പുണ്ടാകണം. പിന്നെ ഒരു കുഞ്ഞുമായിട്ട് ഇനി വരുന്നത് കൊണ്ട് കുറച്ച് പക്വതയോടൊക്കെ കൂടി ചിന്തിച്ചേ പറ്റൂ. 10 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഇപ്പൊ അനന്തപുരി തറവാട്ടിന് ഉണ്ട്. അതുകൊണ്ട് നവ്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വിഷമോ ഒന്നും ഉണ്ടാവില്ല. അല്ല, എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറയുന്ന സ്ഥാനം അത്രയ്ക്ക് ചെറുതല്ലല്ലോ. ഇതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. കുഞ്ഞിന്റെ അച്ഛൻ അവന്റെ കടമകൾ മറന്ന് ജീവിക്കുകയാണെങ്കിൽ പിന്നെ അവനെ വണങ്ങി ജീവിക്കൊന്നും വേണ്ട. നവ്യനെ കരയിച്ചാല് അതിന്റെ നഷ്ടം അഭിക്കാണ് എന്നുള്ളൊരു ബോധം അവൻ ഉണ്ടാകണം. എങ്കിലേ അവൻ മര്യാദയ്ക്ക് നിൽക്കത്തുള്ളൂ. ഏതായാലും നീ ആ പൂ എടുത്ത് നവ്യക്ക് കൊടുക്ക്. അവൻ നാണം കെടുവാണെങ്കിൽ നാണം കെടട്ടെ. അങ്ങനെയെങ്കിലും കുറച്ച് ഉളുപ്പ് തോന്നട്ടെ അവന്. അങ്ങനെ ആ പൂവായിട്ട് നേരെ എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് നയൻ പറഞ്ഞു, ഇനി മുല്ലപ്പൂവിന്റെ ഒരു കുറവ് വേണ്ട. ആദർശേട്ടൻ മേടിച്ച കുറച്ച് മുല്ലപ്പൂ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എന്താ മുല്ലപ്പൂ എന്നാന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കുത്തി കൊടുക്കാൻ കേട്ടോ. അവിടെ അഭിയും നമ്മുടെ ജലജയും സത്യം പറഞ്ഞ നാണം കെട്ട് വെളുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. പിന്നെ അഭിക്ക് പ്രത്യേകിച്ച് നാണക്കേടൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ മോള് ദേഷ്യത്തില് നോക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയാമോ അഭി? മുല്ലപ്പൂ നിസ്സാരമാണെങ്കിലും അത് നീ മേടിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക സൗന്ദര്യവും സുഗന്ധവും ഒക്കെ ഉണ്ടാകും. അങ്ങനെയാ ഭാര്യമാർക്ക്, അല്ലേ മോളെ? അതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ലല്ലോ മുത്തശ്ശ, പിന്നെ ഞാൻ എന്തിനാ അതൊക്കെ ആഗ്രഹിക്കുന്നത്? അപ്പോഴത്തേക്കാണ് നമ്മുടെ മുത്തശ്ശി പറഞ്ഞത്, അതെ ഇദ്ദേഹം തന്നെ ആദ്യം കുട്ടികൾക്ക് മധുരം കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് കുറച്ച് പായസം എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ ഒരു ഗ്ലാസ്സിനകത്ത്. എന്നിട്ട് ആദ്യം മധുരം കൊടുക്കൽ ചടങ്ങാണ്. അങ്ങനെ മധുരം കൊടുക്കുകയാണ് നമ്മുടെ നയനയ്ക്കും അഭിക്കും. മുത്തശ്ശനാണ് ആദ്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗോവിന്ദൻ കൊടുക്കുന്നു, പിന്നെ നമ്മുടെ കനകദുർഗ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആരായിരിക്കും കൊടുക്കുന്നത്? നമ്മുടെ ദേവയാനി കൊടുക്കാൻ വേണ്ടി വരികയാണ്. ദേവയാനി കൊടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ദേവയാനിയുടെ മുഖഭാഗം കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു പുച്ഛം പോലെ ഇങ്ങനെ അതിന്ന് എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കണം. അപ്പോഴത്തേക്കും കനകദുർഗ ഇതൊക്കെ നോക്കി കണ്ടിട്ട് ഒരു അഭിനയം കണ്ടില്ലേ? അഭിനയ കുലപതി തന്നെ മോളെ നന്ദു, നോക്കടി അഭിനയിക്കുന്നത്. ദേ
ദേ ഗോവിന്ദേട്ടാ നോക്കിക്കേ എന്തൊരു അഭിനയം എന്നിങ്ങനെ പറയാണ്. അപ്പം കനകദുർഗയും ഗോവിന്ദനും നന്ദുവും കൂടെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നോക്കിക്കണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ അനിയും നന്ദുവും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിലൊക്കെ നോക്കി കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ അഭിയാണെങ്കിൽ നവ്യക്ക് മധുരം വായിൽ വെച്ച് കൊടുക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജയം പറയാണ്, അതെ ഇപ്പം മധുരമൊക്കെ വായി വെച്ച് കൊടുക്കുന്നത് കൊള്ളാം, ഇനിയിപ്പം മോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് നീ പോകുകയും വിളിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യണം. അല്ലാതെ അങ്ങോട്ട് പോകാതെ വിളിക്കാതെ അന്വേഷിക്കാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു, എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ അവളെ സ്നേഹിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യാം. ഞാൻ ഇപ്പൊ അവളെ സ്നേഹിക്കുന്നുമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാ. അപ്പൊ നമ്മുടെ അജയൻ പറഞ്ഞു, നിന്നോടായോണ്ടാ പറഞ്ഞത്, ഇല്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവര് കണ്ടറിഞ്ഞ് ചെയ്തേനെ. എന്തിനാ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്? ദേ ഇവിടെ ഒരുത്ത നിൽക്കുന്നുണ്ടോ അനി, അവന്റെ ഭാര്യയാണെങ്കിൽ ഇവിടെ ഇല്ല. അവനാണെങ്കിൽ അത് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് ഇവന്റെ കുറ്റങ്ങളൊന്നും ആരും കണ്ടുപിടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതെ എനിക്കിപ്പോ വേറൊന്നും പറയാനില്ല, ഞാനൊരു കാര്യം പറയാന്ന് പറഞ്ഞു. മുത്തച്ഛൻ പറഞ്ഞു, അവരവരുടെ ജീവിതം നോക്കിയാൽ അവരവർക്ക് കൊള്ളാം, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന്. ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, എന്റെ ഈശ്വര ഇനിയിപ്പോ എന്തായി തീരും. ഇതിനെ ഇടയ്ക്ക് ഇനി അവൾ ആ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ടങ്ങനെ വന്നാല്. അപ്പോഴത്തേക്കും ആദർശ് ചോദിച്ചു, എന്ത് പറ്റി അഭി, നീ എന്തെങ്കിലും ഗാഠമായിട്ട് ചിന്തിക്കുന്നത്? അതെ മോനെ, ഇവന്റെ മനസ്സ് വേറെ എവിടെയോ കറങ്ങി നടക്കുമെന്ന് ഇങ്ങനെ വസുന്ധരൻ പറഞ്ഞു. ഇപ്പൊ മുത്തച്ഛൻ പറഞ്ഞു, എടാ ഇപ്പൊ നിന്നെ ജോലിയിൽ തരം താഴ്ത്തിയിരിക്കുക, അവിടെ നിന്ന് പഴയ സ്റ്റേജിലേക്ക് നിനക്ക് വരണമെങ്കിൽ നിന്റെ ചിന്തകളും പ്രവർത്തികളും ഒക്കെ നന്നാക്കിയേ പറ്റൂ. എങ്കിൽ മാത്രം അവിടെ നിന്ന് നിനക്ക് കരകയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് പിന്നെ മുത്തച്ഛ, ഞാൻ പരമാവധി ശ്രമിക്കാം, പറഞ്ഞല്ലോ ഞാൻ എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ പിന്നെ ദേ ഇനി എല്ലാവരും ഒരുമിച്ച് തന്നെ ഞാനൊരു ഫോട്ടോ എടുക്കാം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ നന്ദുവും അതുപോലെ എല്ലാവരും കൂടെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെയും പിടിച്ചു നിർത്തിയിട്ട് അനിയാട്ടോ പറയുന്നത്, ഹനി ഒരു സെൽഫി എടുക്കുകയാണ് കേട്ടോ. സെൽഫി എടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരെയും നിർത്തി വേറൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ നന്ദുവിന്റെ ഫോട്ടോ മാത്രം ആദ്യം സൂം ചെയ്ത് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാട്ടോ ബാക്കി എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അഭി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് കേട്ടോ. അഭിക്ക് ആകെ മൊത്തം ഒരു പരിഭ്രാന്തിയാണല്ലോ. അപ്പം ജലജ വന്ന് ചോദിച്ചു, നീ എന്തിനാണ് ഈ മുള്ളു കൊണ്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത്? അപ്പോഴത്തേക്കും വസന്തര പറഞ്ഞല്ല, നിന്റെ മോൻ അങ്ങനെയാണല്ലോ, അവൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാ, നീ എന്തിനാടാ പുറത്തു പോയത്? അത് പിന്നെ മുത്തശ്ശി ഞാൻ പറഞ്ഞില്ല പുറത്തു പോയത് എന്തിനാണെന്ന്. എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു, പിന്നെ കുറച്ചു നേരം അവിടെ നിന്നു, ഞാൻ പ്രാർത്ഥിച്ചു. ഇതൊക്കെ അങ്ങോട്ട് എല്ലാവരും വിശ്വസിക്കുന്നതാണോ നീ ഓർക്കുന്നത്? അല്ല നിന്റെ ഉദ്ദേശം എന്താ? അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആ പെൺകൊച്ചിനെ വേദനിപ്പിക്കാൻ വല്ലതുമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് പിന്നെ ആരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്? അത് നിന്റെ ഭാര്യനെ, അല്ലാതെ നീ ആരെയാ വേദനിപ്പിക്കുന്നത്? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവൾ ഇവിടുന്ന് പോകുന്നതിന് ഭയങ്കര സങ്കടമുണ്ട്. എന്റെ മനസ്സ് ഇതുവരെ ആർക്കും ഈ വീട്ടിൽ പിടികിട്ടിയിട്ടില്ല. പിടികിട്ടാത്ത നല്ലത്. ആ മനസ്സ് പിടികിട്ടി കഴിഞ്ഞാലേ പിന്നെ നിന്റെ മുത്തച്ഛന് ഒരു ദിവസം പോലും നിന്നെ ഇവിടെ നിർത്തില്ല. അത്രയ്ക്ക് കൊള്ളരുതാത്ത മനസ്സാ നിന്റെ. എന്തിനാ അച്ഛനും അമ്മയും ഇവനിങ്ങനെ വെറുക്കണത്? എന്തിനാണെന്ന് അറിയില്ല ജലജ. ഇന്ന് ചടങ്ങ് നടക്കുന്ന സമയത്ത് നവ്യ അവളുടെ വീട്ടുകാരെയും ഇവനെ എത്ര മാത്രം വേദനിപ്പിച്ചത്. അതൊന്നും ഇവിടെ ആരും കണ്ടില്ലല്ലേ? ഇന്ന് ചടങ്ങ് തീരുന്നതിന് മുമ്പ് ഇവൻ വരുമോന്ന് പോലും സംശയമായിരുന്നു. എല്ലാവരും മുൾമുനയിലല്ലേ നിന്നത്. അത് പിന്നെ ഞാൻ അവക്ക് വേണ്ടിയിട്ടാ മുത്തശ്ശി അമ്പലത്തിൽ പോയത്. ദേ നിന്റെ ഈ അമ്പലക്കഥ കളവാണെന്ന് നവ്യക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നീ അത് പറയണ്ട. നവ്യക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായി. മറ്റെന്തോ നിനക്ക് സംഭവിച്ചിട്ടുണ്ട്. അതാ നീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. ദേ നീ മടങ്ങി വന്നപ്പം നിന്റെ മുഖത്ത് അതുപോലെ ഭയം ഉണ്ടായിരുന്നു. ആ ഭയം ഇപ്പോഴും നിന്റെ മുഖത്തുണ്ട്. അത് പിന്നെ എല്ലാവരും കാത്തിരിക്കുകയല്ലേ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ളത് കൊണ്ട് താമസിച്ച് വന്നപ്പോൾ എനിക്ക് ഭയമായി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരു ഭയവും എന്റെ മനസ്സിലില്ല. ശരി എന്നാ പിന്നെ അങ്ങോട്ടേക്ക് ചെല്ലേ. എന്തിനാ ഇവിടെ നിന്ന് വെറുതെ സമയം കളയുന്നത്? ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലാന്. ഈ സമയത്ത് ജലജയ്ക്കാണെങ്കിൽ എന്തോ സംശയങ്ങളൊക്കെ തോന്നുക. അങ്ങനെ നമ്മുടെ ജലജ വസുന്ധരയോട് പറയുക, എല്ലാ അർത്ഥത്തിലും എന്റെ മോനെ എല്ലാവരും ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുക, കോമാളിയാക്കുക. അങ്ങനെ കോമാളിയാക്കാൻ അവൻ നിന്നു കൊടുക്കരുത്. ഇപ്പം അവനൊരു ഭർത്താവും നാളെ ഒരു കുഞ്ഞിന്റെ അച്ഛനുമാകും. ആ ഒരു ബോധം വേണം അവന്. നവ്യമോള് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മോളുടെ വയസ്സിലൊരു കുഞ്ഞായതിനു ശേഷം മോക്ക് വേണ്ടതൊന്നും അവൻ ചെയ്തു കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ആദർശും നയനയും നവ്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പകുതി പോലും ആ പെണ്ണിന്റെ ഭർത്താവായ നിന്റെ മകൻ ശ്രദ്ധിക്കുന്നില്ല. നിന്റെ അമ്മായിയമ്മയായ നിന്റെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നീയും ശ്രദ്ധിക്കുന്നില്ല. പുറമെ നവ്യമോൾ അതിന്റെ സങ്കടം പ്രകടിപ്പിക്കുന്നില്ല എങ്കിലും അതിന്റെ ഉള്ളിൽ നല്ല വേദനയുണ്ട്. അത് നീ മനസ്സിലാക്കണം ജലജ. ഒരു മരുമകൾ എന്ന നിലയിൽ അവളെ നീ കാണണം. നിന്റെ മകനെ നീ തിരുത്താൻ ശ്രമിക്കണം. അപ്പോഴേ നീ നല്ലൊരു അമ്മയാകത്തുള്ളൂ. അല്ലാത്ത പക്ഷം നീ എന്നും ഇതുപോലെ തന്നെ നിലകൊള്ളത്തുള്ളൂ.
ഇനിയിപ്പൊ അമ്മ മാത്രമല്ല അമ്മൂമ്മയും കൂടി ആകാൻ പോവാ, അത് നീ മറക്കരുത് കേട്ടോ ജലജ എന്ന് പറഞ്ഞിട്ട് വസുന്ധര അങ്ങ് പോയി. ഏതായാലും ഈ സമയം നമ്മുടെ ജലജ കലി പിടിച്ച് തുള്ളി ഇങ്ങനെ നിൽക്കുക. എന്തോ പറ്റിയിട്ടുണ്ടല്ലോ അവന്, എന്തായിരിക്കും അവന് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, എന്തോ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജലജ നിൽക്കുന്നത്. പക്ഷെ ജലജയോടും പറയാൻ പറ്റാത്ത കാര്യമാണല്ലോ നമ്മുടെ അഭി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നവ്യ അഭിയോട് പറയാ, കണ്ടോടാ ഇത് കണ്ടോ, നീ കൊണ്ടുവന്ന് തന്നിട്ടെങ്കിലും ആദർശേട്ടൻ മേടിച്ചു കൊടുത്ത പൂവിന്റെ അനിയത്തി എനിക്ക് കൊണ്ടുവന്ന് തന്നു. നീ ശരിക്കും അമ്പലത്തിലേക്കല്ല പോയത്, അതെനിക്ക് നന്നായിട്ട് അറിയാം. മുല്ലപ്പൂ മേടിക്കാനുമല്ല, മറ്റാരെയോ കാണാനാ നീ പോയത്. എന്റെ പൊന്നു നവ്യ ഒന്ന് പയ്യെ പറയുന്നുണ്ടോ? എന്തിനാ പയ്യെ പറയുന്നത്? അത് പിന്നെ ഇന്നൊരു ചടങ്ങ് നടക്കുമ്പോൾ നീ സന്തോഷത്തോടു കൂടിയല്ലേ ഇവിടുന്ന് പോകേണ്ടത്. ആ ബോധം നിനക്ക് നേരത്തെ വേണമായിരുന്നു. എന്നെ സന്തോഷത്തോടു കൂടി യാത്രയാക്കണമെന്നേ നിനക്ക് തോന്നണമായിരുന്നു. ആ ഒരു തോന്നൽ നിനക്കില്ലല്ലോ. ആ സമയത്ത് എവിടെയൊക്കെ പോയി തെണ്ടിത്തിരിഞ്ഞിട്ട് വന്നിരിക്കുക. എവിടെ പോയതാണെന്ന് ആർക്കറിയാം? ദൈവത്തിന് മാത്രം അറിയാം. എന്നിട്ട് ദൈവത്തിനെ കൂട്ടും പിടിക്കും. അത് പിന്നെ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് നവ്യ, ഒരുപാട് വേദനയുണ്ട്. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക. എന്ത് മനസ്സിലാക്കാൻ? നിന്നെ ഞാൻ എങ്ങനെയാടാ മനസ്സിലാക്കേണ്ടത്? ഇതിൽ കൂടുതൽ നിന്നെ ഞാൻ മനസ്സിലാക്കാനേ ഇല്ല. 7-ാം മാസത്തിന്റെ പ്രാധാന്യം പോലും നിനക്കറിയത്തില്ല. ദേ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും നിനക്കറിയില്ലല്ലോ. പിന്നെ എന്റെ പ്രസവ സമയത്ത് പോലും നീ വരാൻ ചാൻസ് ഇല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിന്റെ ഏട്ടനും അനിയനും ഒക്കെ ആ സമയത്തുണ്ടാവും. മറ്റെല്ലാ ഉണ്ടായാലും നീ ഉണ്ടാവില്ല. നീയും നിന്റെ അമ്മയും അവിടെ കാണില്ല പ്രസവ സമയത്ത്. ആ സമയത്ത് നിങ്ങൾ എങ്ങോട്ടേലും മുങ്ങും. നിങ്ങൾ ഈ കുഞ്ഞ് ജനിക്കരുതെന്നല്ല ആഗ്രഹിക്കുന്നത്? ഒരിക്കലും അല്ല. അത് പിന്നെ നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അയ്യോ, അത് ഞാൻ പോകുന്നതിന്റെ സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാനുള്ള സ്നേഹമായിരിക്കും. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിനക്കത് മനസ്സിലാകും. നിനക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലാകും. ഒന്നും മനസ്സിലാവില്ല. ജീവിതത്തിൽ ഇതുപോലെയുള്ളൊരു ഭർത്താവിനെ ആർക്കും കിട്ടരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. മോളെ നവ്യ, നീ ഒന്ന് അടങ്ങ്. ഇന്നത്തെ ദിവസം നീ ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്. മനസ്സ് വിഷമിക്കാതെ വേണം നീയും നിന്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാന്. പിന്നെ എന്റെ വയറ്റിലൊരു കുഞ്ഞിനെ ജനിപ്പിച്ച ശേഷം നീ ഒരു ദിവസം പോലും എന്നെ സന്തോഷിപ്പിച്ചിട്ടില്ല. അറിയാലോ, ഇടയ്ക്ക് എപ്പോഴും സ്നേഹിച്ചിരുന്നു. അത് അഭിനയമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചതല്ലേ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു പെണ്ണനുഭവിക്കുന്ന വേദനയുണ്ട്. ആ വേദനയൊക്കെ സ്വന്തം കുഞ്ഞിനെയാ ബാധിക്കുന്നത്. അതുപോലും ചിന്തിക്കാനുള്ള കഴിവ് നിനക്കില്ലല്ലോ. അത് പിന്നെ ഞാൻ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യാം. വേണ്ട, കുഞ്ഞിനെ വിട്ട് കളിച്ചാൽ മതി. വേണമെങ്കിലേ നീ നിന്റെ അമ്മയെ വെച്ച് സത്യം ചെയ്തോ. പക്ഷെ കുഞ്ഞിനെ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാരെയും തൊട്ട് ഞാൻ സത്യം ചെയ്യാം. ഇനി ഞാൻ നിന്നെ സങ്കടപ്പെടുത്തില്ല നവ്യെ, സത്യമായിട്ട് ഞാൻ സങ്കടപ്പെടുത്തില്ല. ഇത് സത്യമാണോടാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അഭി നവ്യനെ ചേർത്ത് ഇങ്ങനെ പിടിക്കാണ് കേട്ടോ. അവിയുടെ മനസ്സിൽ എന്തൊക്കെയാ ഉദ്ദേശിച്ചത് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ എന്താണെന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നവ്യ പറഞ്ഞു, നിന്നെ കാണാതായപ്പോ ഞാൻ വരില്ല എന്നാ കരുതിയത്. ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? എനിക്കറിയാം നിന്റെ വിഷമം എന്താണെന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, പറ്റിപ്പോയി, കുറച്ച് താമസിച്ചു പോയി. അല്ല ശരിക്കും നീ എവിടെയാ പോയത്? സത്യം പറ. അത് പിന്നെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി പോയതാ. നീ എനിക്ക് വേണ്ടി ചെലവൊന്നും ചെയ്യുന്നില്ലല്ലോടാ. ഈ കുടുംബത്തിന് വേണ്ടി നീ ഒന്നും കൊടുക്കുന്നില്ല, പിന്നെ നിനക്ക് എന്ത് സാമ്പത്തിക പ്രശ്നം എന്നാ നീ പറയുന്നത്? അത് പിന്നെ അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം. ഇപ്പം അതൊന്നും നീ അറിയണ്ട. ഇപ്പൊ നിന്റെ മുഖത്തെ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നീ ഒന്ന് ഫ്രഷ് ആകുക. അതാ ഇപ്പൊ നീ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, എൻ്റെ ഈശ്വരാ ഇനിയിപ്പൊ എന്താ ചെയ്യുക? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന കനകദുർഗേനെയാണ് കേട്ടോ. കനകദുർഗ നമ്മുടെ നന്ദൂട്ടിനോട് പറയാ, അമ്മായിയമ്മയും മരുമകളും നല്ല സ്നേഹത്തിലല്ലേ? എന്നിട്ട് അഭിനയിക്കുന്ന കണ്ടോ നന്ദൂട്ടാ, നല്ല അഭിനയമാണ്. ആദർശേട്ടനും ആ കാര്യം അറിഞ്ഞിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത് അമ്മേ. ആ ആദർശേട്ടനെ പറ്റിച്ചോണ്ടിരിക്കുക. 100% എല്ലാവരുടെയും കണ്ണു മൂടി കെട്ടിയിരിക്കുക, രണ്ടാളും കൂടി ചേർന്ന്. എന്നിട്ടാ ഈ കളി കളിക്കുന്നത്. എങ്കിൽ പിന്നെ ഇത് നമുക്ക് പൊളിച്ചു കൊടുക്കണ്ടേ അമ്മേ കയ്യില്? അല്ല അതിനെന്താ മോളെ വേണ്ടത്? നീ എന്താ പറയുന്നത്? അതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ മടങ്ങി പോകുമ്പോ ചേച്ചിയും കൂടെ വേണം. ആര്? നയനയോ? ചേച്ചിയും കൂടെ വേണം. എന്നിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നിങ്ങനെ പറഞ്ഞും ആ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.